പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് നൽകിയ നല്ല സമയത്തിന് നമുക്ക് നന്ദി പറയാം. ഈശോയുടെ വാക്ക് കേട്ട് ആ വാക്കനുസരിച്ച് ജീവിക്കാൻ, വിശുദ്ധിയിൽ ജീവിക്കാൻ, കർത്താവിൻ്റെ ഹൃദയത്തോട് ഇണങ്ങി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഓരോ ദിവസവും കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കാറുണ്ട്. ഓരോ മണിക്കൂറുകളിലും മാറി മാറി ഒത്തിരി വചനം നമ്മൾ ശ്രവിക്കുന്നു, അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു, വചനം വായിക്കുന്നെല്ലാം. നമ്മൾ ഈ വായിക്കുന്നതൊക്കെ, നമ്മൾ ഈ കേൾക്കുന്നതൊക്കെ കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ പ്രോമിസുകൾ, കർത്താവിൻ്റെ വാഗ്ദാനങ്ങളൊക്കെ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. കാരണം നമ്മൾ എത്രയോ ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ടല്ലേ, എത്രയോ വചന ശുശ്രൂഷകൾ നമ്മൾ പങ്കെടുത്തിരിക്കുന്നു, എത്രയോ വചനമായിട്ട് ബന്ധപ്പെട്ട ലേഖനങ്ങൾ, ഉപദേശങ്ങളൊക്കെ നമ്മൾ വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണ്? വിശ്വസിക്കണം. ഈശോ പല സമയത്തായിട്ടൊക്കെ പറഞ്ഞു, നമ്മൾ ഈ ലാസറിൻ്റെ ജീവിതത്തിലെ അത്ഭുതത്തെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ, ലാസറിനെ ഉയർപ്പിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദരിമാരുടെ ഈശോ പറയുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട്, നീ വിശ്വസിക്കുക, വിശ്വസിച്ചാലാണ് നീ ദൈവമഹത്വം കാണുക. അപ്പോൾ എന്താണ് വിശ്വസിക്കേണ്ടത്? ഏറ്റവും പ്രധാനമായിട്ടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊന്ന് ഉറച്ച് വിശ്വസിക്കേണ്ടത് ദൈവം കൂടെ ഉണ്ടെന്നും ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ അറിയുമ്പോൾ ആ ദൈവം പറഞ്ഞ വാക്ക് വിശ്വസിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ ഒരു ബേസിക് ബിലീഫിൽ, നമ്മുടെ ഒരു ബേസിക്കായിട്ട് നിൽക്കുന്ന ഒരു ആത്മീയതയിൽ ദൈവമുണ്ട്, ദൈവം കാര്യങ്ങളൊക്കെ നടത്തുന്നു, പ്രശ്നങ്ങൾ വന്നാലും ബുദ്ധിമുട്ടുകൾ വന്നാലും കർത്താവിൻ്റെ സാന്നിധ്യം കൂടെയുണ്ട് എന്നൊക്കെയുള്ളത് നമുക്ക് വിശ്വസിക്കാം. ആ വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കുകയും ചെയ്യും. ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യം, ഈ ദൈവം പറഞ്ഞ കാര്യം അത് നടക്കും എന്നുള്ളതാണ്. കാരണം ഈ ബൈബിൾ നമ്മൾ മുഴുവനായിട്ട് എടുത്തു, വിശുദ്ധ ഗ്രന്ഥം എടുത്തു നോക്കിയാൽ എത്രയോ അധികം ആയിരക്കണക്കിന് വാഗ്ദാനങ്ങളാണ്, എത്രയോ അധികം വാക്കുകളാണ് ദൈവം സംസാരിച്ചിരിക്കുന്നത്. പ്രവാചകന്മാരിലൂടെ, പുരോഹിതന്മാരിലൂടെ, രാജാക്കന്മാരിലൂടെ, വിശുദ്ധരിലൂടെ, അപ്പസ്തോലന്മാരിലൂടെയൊക്കെ ഈശോ തന്നെ, ദൈവത്തിൻ്റെ വാക്ക് തന്നെ നമ്മളോട് സംസാരിച്ചു. ഏറ്റവും പ്രധാനം എന്താണ്? ഈ വായിച്ചത്, ഈ കേട്ടത്, നമ്മൾ ധ്യാനിക്കുന്ന ഈ വചനം നമ്മൾ വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിക്കുന്നവരെയാണ് വിശുദ്ധ ഗ്രന്ഥം ഭാഗ്യവാന്മാർ, ഭാഗ്യവതികൾ എന്നൊക്കെ വിളിക്കുക. ലൂക്കാ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിൻ്റെ 45-ാം വാക്യം, ഈശോയുടെ ഒരു ഇൻഫൻസി, ഈശോയുടെ ചെറുപ്പകാലം, ഈശോയുടെ ജനനത്തെക്കുറിച്ചൊക്കെയുള്ള ഒരു ഭാഗമാണ്. നമുക്കറിയില്ല ഈ ലൂക്ക 1-2 അധ്യായങ്ങൾ. അതിനകത്ത് 1:45 എലിസബത്തമ്മ മറിയത്തെക്കുറിച്ച് പറയുന്നൊരു കാര്യം ഇതാണ്, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അതായത് കർത്താവ് സംസാരിച്ചു, കർത്താവ് വാഗ്ദാനങ്ങൾ കൊടുത്തു, ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞു. അത് വിശ്വസിക്കുകയാണെങ്കിലാണ് നിങ്ങൾ ഭാഗ്യവാനും ഭാഗ്യവതിയാകുക. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറും എന്ന് വിശ്വസിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഇന്ന് ദേവാലയത്തിൽ പോയിട്ടുണ്ടാകാം. ഈ ദിവസങ്ങളിൽ ഒരുപക്ഷെ നിങ്ങൾ കുമ്പസാരിച്ചിട്ടുണ്ടാകാം, നിങ്ങൾ ഒരു ഉപദേശം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകാം, വിശുദ്ധ ഗ്രന്ഥം വായിച്ചപ്പോൾ കർത്താവിൻ്റെ ഒരു സ്വരം നമ്മൾ കേട്ടിട്ടുണ്ടാകാം. ഇത് കേൾക്കുക എന്നുള്ളതോ ഇത് കണ്ടിരിക്കുക എന്നുള്ളതോ അല്ല, അതാർക്കും ചെയ്യാലോ. നമ്മൾ വിശ്വാസികൾ, ഈശോയുടെ കൂടെ നിൽക്കുന്നവർ, ഈശോയെ സ്നേഹിക്കുന്നവർ, നമ്മുടെ ആത്മീയ അനുഭവം ഓരോ ദിവസം, ആത്മീയ ജീവിതം ഓരോ ദിവസം വളരുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് ഇതാണ്, ഞാനിത് വിശ്വസിക്കുന്നുണ്ടോ? ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, ഈശോ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ ബൈബിളിൽ എത്രയോ തവണ കാണും, ദൈവം നിന്നെ സ്നേഹിക്കുന്നു, ദൈവം നിൻ്റെ കൂടെയുണ്ട്, വാഗ്ദാനങ്ങളാണ്. ഡു യു ബിലീവ്? നീ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എലിസബത്തമ്മ പറയാണ്, ഇത് നിറവേറും, ഇത് നടക്കും എന്ന് പറഞ്ഞ ആൾ, അത് വിശ്വസിച്ച ആളാണ് ഭാഗ്യവതി, ഭാഗ്യവാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലോട്ട് നിറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വചനത്തെ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടൊന്ന് ചിന്തിക്കാൻ പോകണം. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവളാണ് മറിയം എന്ന് നമ്മളോട് എലിസബത്തമ്മ പറയുകയാണ്, സാക്ഷ്യപ്പെടുത്തുകയാണ്. ലൂക്കാ സുവിശേഷം അത് എഴുതി അവതരിപ്പിക്കുകയാണ്. നമ്മൾ ഇന്നൊന്ന് ചിന്തിക്കാൻ പോകുന്നത് മറിയത്തിൻ്റെ ഒരു മാതൃകയാണ്. വിശ്വാസികളുടെ 2 മാതൃകകളായിട്ടാണ് സഭയുടെ മതബോധന എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്ന് അബ്രഹാം, 2 മറിയം. പ്രധാനപ്പെട്ട 2 മാതൃകകൾ, വിശ്വാസം ഉണ്ടായിരുന്നവർ, വിശ്വാസികളുടെ മാതൃക അബ്രഹാമും മറിയവും. നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, മറിയം വിശ്വസിച്ചു എന്ന് എലിസബത്തമ്മ പറയുമ്പോൾ ലൂക്കാ സുവിശേഷം അത് പ്രധാനമായിട്ട് എടുത്ത് സാക്ഷ്യപ്പെടുത്തുമ്പോൾ കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ എന്താണ്, അവൾ എന്താണ് വിശ്വസിച്ചത്, എങ്ങനെയാണ് അവൾ ഭാഗ്യവതിയെ മാറിയതെന്ന് നമ്മൾ അറിയണമെങ്കിൽ ഈ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ 26 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കർത്താവ് മറിയത്തോട് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ദൂതനിലൂടെ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചൊന്ന് ഒരുമിച്ച് ധ്യാനിക്കാൻ പോവാണ്. മറിയം വിശ്വസിച്ച കാര്യങ്ങൾ, ഇല്ലെങ്കിൽ മറിയം കേട്ട കാര്യങ്ങൾ, ദൈവം അവളോട് സംസാരിച്ച വാക്കുകൾ എന്തൊക്കെയാണ്? അതിൽ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ നമ്മളൊന്നെടുത്ത് ധ്യാനിക്കാൻ പോവാണ്. ഈശോയുടെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ധ്യാനിക്കാറുള്ളതാണ്. എന്നാൽ ഇന്ന് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ ഒരു വലിയ കാര്യം, കർത്താവിൻ്റെ വാക്ക് കേൾക്കുന്ന, കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന, നമ്മുടെ ഉള്ളിലോട്ട് വിശ്വാസത്തിൻ്റെ മാതൃകയായിട്ട് മറിയം കാണിച്ചു തരുന്ന ഒരു വലിയ കാര്യമാണ് ഈ 1-ാമത്തെ അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുക. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാം. ഗബ്രിയേൽ ദൂതൻ മറിയത്തിൻ്റെ അടുത്ത് വന്നിട്ട് പ്രധാനപ്പെട്ട കാര്യം, ലോകം കേട്ട ഏറ്റവും വലിയ സുവിശേഷം, ഏറ്റവും വലിയ സദ്വാർത്ത, അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ആ ജനനത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ, ഒരു
ഡീറ്റെയിൽഡായിട്ട് ഇങ്ങനെ മറിയത്തോട് ദൂതൻ വന്ന് പറയാണ്. എന്താണ് ഒന്നാമത്തെ കാര്യം? 28 വാക്യം ശ്രദ്ധിച്ചത് വായിക്കാവോ? ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഇതാണ് മറിയം കേട്ട ആദ്യത്തെ സുവിശേഷം. നമ്മളെ ജപമാലയിൽ തീർച്ചയായിട്ടും എല്ലാ ദിവസവും ഇത് ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ എന്നുള്ളത്. ആ വാക്ക് മറിയം കേട്ട ആദ്യത്തെ വാക്ക്, ആദ്യത്തെ സുവിശേഷം, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആദ്യത്തെ കാര്യം, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ, മറിയത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു വലിയ വാഗ്ദാനം, ഒരുപക്ഷെ ബൈബിളിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള ഒരു വാഗ്ദാനം, ദൈവത്തിൻ്റെ വാഗ്ദാനം, ദൂതൻ മറിയത്തോട് പറയാണ്, ദൈവം നിൻ്റെ കൂടെ. ഇതാണ് മറിയം കേട്ടൊരു സുവിശേഷം. എന്താണ് ഇതിന് ഇത്ര പ്രത്യേകത എന്ന് ചിന്തിച്ചാൽ നിങ്ങൾ പഴയ നിയമം മുഴുവൻ എടുത്ത് വായിച്ചു നോക്കിയോ. എല്ലാ പുസ്തകത്തിലും ഒന്നിൽ കുറയാതെ ആവർത്തിച്ചു, എത്രയോ തവണയായിട്ട് ആവർത്തിച്ചിട്ടുണ്ട്. എല്ലാ പുസ്തകത്തിലും കുറയാണ്ട് ആവർത്തിച്ചേക്കുന്ന ഒരു വാഗ്ദാനമാണ് ദൈവം കൂടെ കാണും. ഉൽപ്പത്തി പുസ്തകം 28 അധ്യായം 15 വാക്യത്തിൽ ദൈവം യാക്കോബിനെ അനുഗ്രഹിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ ദൈവം നിൻ്റെ കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിൻ്റെ കൂടെ കാണും, നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ പൂർത്തിയാക്കുന്നത് വരെ, നിറവേറ്റുന്നത് വരെ യാക്കോബേ നിന്നെ ഞാൻ കൈവിടില്ല, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഈ യാക്കോബ്, ഇസ്രായേൽ ആയി മാറുന്ന യാക്കോബ്, അതായത് ഈ ജനത്തിൻ്റെ ചരിത്രം ശരിക്കും പറഞ്ഞാൽ ആരംഭിക്കുന്ന ഒരാൾ, അബ്രാഹാമിൻ്റെ വിളിക്ക് ശേഷം യാക്കോബിലൂടെ പുതിയൊരു ചരിത്രം ആരംഭിക്കുമ്പോൾ അങ്ങനെ വിളിച്ചു ചേർക്കുന്ന സമയത്ത് ദൈവം പറയുന്നതാണ്, ഞാൻ നിൻ്റെ കൂടെ കാണും, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിൻ്റെ കൂടെ കാണും. വലിയ വാഗ്ദാനമാണ്. പിന്നീട് ഈ ജനം, ഈ യാക്കോബ് ഇസ്രായേലാകുന്നു, ഇസ്രായേൽ ഒരു ജനസമൂഹമായിട്ട് മാറുന്നു, അവർ വളരുന്നു, പടർന്ന് പന്തലിക്കുന്നു, ഈജിപ്തിൽ ചില സാഹചര്യങ്ങൾ കൊണ്ട് എത്തുന്നു, അവിടെയും ദൈവം അവരെ വളർത്തുന്നു. എന്നാൽ അടിമത്തം അവരെ പിടിച്ചു കുലുക്കുന്നുണ്ട്, പിടിച്ചമർത്തുന്നുണ്ട്. ആ അടിമത്തത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടി ദൈവം മോശയെ തിരഞ്ഞെടുക്കുന്നു. 3-ാമത്തെ അധ്യായം, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ മോശയെ ദൈവം വിളിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിൻ്റെ കൂടെ വരും. അതൊരു വലിയ വാഗ്ദാനമായിരുന്നു, പഴയ നിയമത്തിലെ വലിയൊരു വാഗ്ദാനം. പിന്നീട് യാത്ര തുടങ്ങുന്നു, അവർ മരുഭൂമിയിലൂടെ നടക്കുന്നു. സീനായ് മരുഭൂമി വിട്ടു പോകുന്ന സമയത്ത് 33-ാം അധ്യായം, പുറപ്പാട് 33-ൽ 14 മുതലുള്ള വാക്യങ്ങളൊക്കെ പറയുന്നുണ്ട്, കർത്താവെ അങ്ങൻ്റെ കൂടെ വരണം. ദൈവം മറുപടി കൊടുക്കുകയാണ്, ഞാൻ നിൻ്റെ കൂടെ വരും. അതൊരു വലിയ വാഗ്ദാനമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പിന്നീട് അവർ കാനാൻ ദേശത്ത് എത്തുന്നു. ജോഷുവയുടെ നേതൃത്വത്തിൽ പുതിയൊരു ലൈഫ് അവർ തുടങ്ങുന്ന സമയത്ത് ജോഷുവയോട് ദൈവം കൊടുക്കുന്നൊരു വാഗ്ദാനമുണ്ട്. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം 9-ാം വാക്യം, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, മോശയുടെ കൂടെ എന്ന പോലെ ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ സംഭ്രമിക്കരുത്, നീ ഭയപ്പെടരുത്, നീ ചഞ്ചലചിത്തനാവരുത്, നിൻ്റെ കൂടെ ഞാൻ കാണും. ദൈവം കൂടെ കാണുമെന്ന്. ഇവർ ഒരു ജീവിതം ആരംഭിച്ച് കഴിയുമ്പോൾ അവർ ദേവാലയത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ കൂടെ നടക്കുന്ന ഒരു ദൈവത്തെ അവരനുഭവിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് അവരുടെ യാത്ര, അവരുടെ ജീവിതം മുന്നോട്ട് നീങ്ങുമ്പോൾ അവരുടെ ഒരു ബോധ്യത്തിൽ നിന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു വലിയ കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ കൂടി ആലോചിച്ചോ, നിങ്ങൾ എന്ത് വേണേലും തയ്യാറാക്കിക്കോ, ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. എന്തൊരു വലിയ ബോധ്യമായിരുന്നു അവർക്ക്. കാരണം ദൈവം അവർക്ക് കൊടുത്ത വാഗ്ദാനം ഇതാണ്, ഞാൻ കൂടെ കാണും. സങ്കീർത്തനം 47 അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കീർത്തനമാണ്, ദൈവം നമ്മുടെ കൂടെ, സൈന്യങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ കൂടെയുണ്ട്. അവർക്കൊരു ബോധ്യമായിരുന്നു. അതുകൊണ്ടാണ് ഏറ്റവും ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും സുന്ദരമായ സങ്കീർത്തനങ്ങളിൽ ഒന്നാണ് 23-ാം സങ്കീർത്തനം, കർത്താവിൻ്റെ ഇടയൻ. അതിൻ്റെ 4-ാം വാക്യത്തിൽ എന്താ നമ്മൾ വായിക്കുക? മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടില്ല. അത് ഒരു വലിയ ബോധ്യമായിരുന്നു. അത് ദാവീദിൻ്റെ മാത്രമല്ല, സങ്കീർത്തകൻ്റെ മാത്രമല്ല, ഇസ്രായേൽ ജനത്തിൻ്റെ മാത്രമല്ല, ലോകത്തിൻ്റെ മുഴുവൻ നമ്മുടെയും വലിയ ബോധ്യതായിരിക്കണം. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ മരണം പോലത്തെ സാഹചര്യങ്ങൾ വന്നാലും ദൈവം കൂടെയുണ്ട്. അപ്പം അത്രയും വലിയൊരു വാഗ്ദാനമാണ് മറിയത്തോട് പറയുന്നത്, ദൈവം നിൻ്റെ കൂടെ. അത് വെറും ഒരു വാക്കല്ല, മറിയം അത് വിശ്വസിക്കുകയാണ്, അല്ലേ? പിന്നീട് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ ഈ ഒരു എപ്പിസോഡ് മുഴുവൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, മറിയം ഇതെല്ലാം വിശ്വസിച്ച്. പിന്നീട് ചോദ്യങ്ങൾ മനസ്സിൽ വരുന്നുണ്ട്, ആശയക്കുഴപ്പങ്ങളുണ്ട്. പക്ഷേ മറിയം ഒടുക്കം ഇതെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറയുന്നൊരു മൊമെൻറ്റ്, അത് അവളുടെ വിശ്വാസ പ്രഖ്യാപനമാണ്. ദൈവം നമ്മോട് കൂടെ എന്നുള്ളത് അവൾ വിശ്വസിച്ചു, അത് കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിച്ചു. മത്തായി സുവിശേഷം 1-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഈ ജനത്തെക്കുറിച്ച് അറിയിപ്പ് കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുക, ദൈവം നമ്മോട് കൂടെ എന്നറിയപ്പെടുന്ന ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. ആ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ്. കാരണം ഇത്രയും കാലം പഴയ നിയമത്തിൽ കൂടെ കാണും ദൈവം നമ്മോട് കൂടെ എന്ന് പറഞ്ഞ ആ വാക്ക്, അത് മറിയം വിശ്വസിച്ചപ്പോൾ ആ വിശ്വസിച്ചത്, ആ വാക്ക് മാംസമായിട്ട് അവതരിച്ചു. ആ വാക്കിനെ, ആ മാംസത്തെ, ആ ജനനത്തെ ഇമ്മാനുവേൽ എന്ന് വിളിച്ചു, ദൈവം നമ്മോട് കൂടെ. ആ വാഗ്ദാനം മാംസം ധരിച്ചതിനെയാണ് ഈശോ എന്ന് വിളിക്കുക. അപ്പോൾ അത് മറിയം വിശ്വസിച്ചു. അത് അവൾക്കൊരു ഭാഗ്യമായി, സ്വർഗത്തിൻ്റെ കണ്ണിലെ ഭാഗ്യമായിട്ട് മാറി. മറിയം കേട്ട ആദ്യത്തെ സുവിശേഷം അത് അവൾ വിശ്വസിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്ന് മറിയത്തോട്
കുറച്ച് എപ്പിസോഡ് ഇല്ലെങ്കിൽ കുറച്ച് സമയത്തെ ചില അസ്വസ്ഥതകൾക്ക് ശേഷം മറിയത്തോട് ദൂതൻ പറയുന്ന രണ്ടാമത്തെ കാര്യമാണ് 30-ാം വാക്യം, 1:30. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. അതൊരു വാഗ്ദാനം, മറ്റൊരു വാഗ്ദാനമാണ്. നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ഇതൊരു മറ്റൊരു ലാംഗ്വേജിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ മറ്റൊരു ഭാഷ്യത്തിൽ അതിനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു വെച്ചാൽ കർത്താവിന് എന്തായാലും നിന്നെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയ ലോകത്തിൻ്റെ ചരിത്രത്തെ തന്നെ മുന്നോട്ട് നയിക്കാൻ പോകുന്ന ഒരാൾക്ക് ജനനം കൊടുക്കാൻ ദൈവം മറിയത്തെ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ മറിയത്തിൽ ഇഷ്ടപ്പെട്ട എന്തോ ഉണ്ട്. മറിയത്തെ ഇഷ്ടപ്പെട്ടു, ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. യു ഹാവ് ഫൗണ്ട് ഫേവർ. ഇത് കർത്താവിന് പ്രീതി തോന്നി, കർത്താവിന് ഇഷ്ടം തോന്നി നിന്നോട്. നമ്മൾ കേൾക്കേണ്ട, മറിയം കേട്ട ആ സുവിശേഷം തന്നെയാണ് നമ്മളിന്ന് കേൾക്കേണ്ടത്. പേടിക്കരുത്, ഭയപ്പെടരുത്, ഈശോയ്ക്ക് നിന്നെ ഇഷ്ടമാണ്. നമുക്ക് നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധികളോ ചോദ്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും നാച്ചുറലായിട്ട് മാനുഷികമായിട്ട് നമ്മൾ പേടിച്ച് പോയേക്കാം, ഭയപ്പെട്ടേക്കാം, എന്നെക്കൊണ്ട് പറ്റില്ലെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിന്തിരിഞ്ഞ് നടന്നേക്കാം. പക്ഷേ ഭയപ്പെടരുത് എന്ന് കർത്താവ് പറയുമ്പോൾ അതിൻ്റെ ഒറ്റ കാരണം ഈശോയ്ക്ക് നിന്നെ ഇഷ്ടമാണ്. അതുകൊണ്ട് നീ പേടിക്കണ്ട. എന്തെങ്കിലും തല്ലിപ്പൊളിത്തരം കാണിക്കാനോ പാപത്തിലേക്ക് പടുകുഴിയിലേക്ക് ഒന്നും വീണ് പോകാനല്ല കർത്താവ് പറയുന്നത്. പകരം നീ നടക്കുന്ന വഴി നിനക്കൊരു കൺഫ്യൂഷൻ വരികയാണ്, എന്ത് തിരഞ്ഞെടുക്കണം എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരികയാണ്, ഇത് തെറ്റിപ്പോകുന്ന പേടിയാണ്. നീ കർത്താവിൻ്റെ കൂടെയാണോ? അങ്ങനെ കർത്താവിന് നിന്നെ ഇഷ്ടപ്പെട്ടോ? നീ ചെയ്യേണ്ടത് കർത്താവ് കാണിച്ചു തരിക മാത്രമല്ല, നീ പേടിക്കേണ്ട, നീ മുമ്പോട്ട് പൊക്കോ എന്നും കൂടെ കർത്താവ് പറയും. നമ്മൾ പഴയ നിയമത്തിൽ ദാനിയേലിൻ്റെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിലും 10-ാമത്തെ അധ്യായത്തിലൊക്കെ കാണുന്നുണ്ട്. ഉപവസിച്ച് പ്രാർത്ഥിച്ച് കാത്തിരുന്ന ദാനിയേലിനോട് ദൂതൻ വന്ന് പറയുന്നതാണ്, ദാനിയേലേ ദൈവത്തിന് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ബിലവഡ് ഡാനിയൽ എന്നാണ് വിളിക്കുന്നത്. നിന്നെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ, നമ്മുടെ സങ്കടങ്ങൾക്ക് മുമ്പിലും ഒക്കെ നമുക്ക് ധൈര്യം തരേണ്ട ഇതാണ്. നമ്മൾ ഭയപ്പെടാതിരിക്കാൻ നമുക്ക് ധൈര്യം തരേണ്ട ഇതാണ്, ഈശോയ്ക്ക് എന്നെ ഇഷ്ടമാണ്. അത് വിശ്വസിക്കുക. ദൈവം പറഞ്ഞ ഈ കാര്യം നിറവേറും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ടെന്ന് കർത്താവ് പറയുമ്പോൾ, കർത്താവിന് നിന്നെ ഇഷ്ടമാണെന്ന് അവിടുന്ന് പറയുമ്പോൾ ബിലീവ് ഇറ്റ്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് വിശ്വസിക്കുക. ഈശോയ്ക്ക് നിന്നെ ഇഷ്ടമാണ്. നീ ഒരു പാപി ആയിരിക്കാം, നീ ഈശോയെ തള്ളിപ്പറഞ്ഞിരിക്കാം, നീ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയിരിക്കാം, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാകാം, കർത്താവിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടാകാം, എല്ലാം ചെയ്തിട്ടുണ്ട്. നീ ഇപ്പം ഇത് കേൾക്കുന്നുണ്ടല്ലോ. കർത്താവിൻ്റെ വചനം കേൾക്കാൻ വേണ്ടി നീ നിൻ്റെ ഫോണിലോ നിൻ്റെ ടി വിയിലോ നിൻ്റെ മുറിയിൽ ഇരുന്ന് ഒരു യാത്രയുടെ മധ്യമൊക്കെ ഇത് കേൾക്കാൻ വേണ്ടി നീ ഒരു സമയം മാറ്റി വെച്ചില്ലേ? ഹി ലവ്സ് യു, ബിലീവ് ഇറ്റ്. അത് വിശ്വസിക്കുക, നിന്നെ ഈശോയ്ക്ക് ഇഷ്ടമാണ്. അത് കണ്ണും പൂട്ടി വിശ്വസിക്കുക. അത് വിശ്വസിക്കാൻ പറ്റിയാൽ കുഞ്ഞെ നിനക്കിത് കേൾക്കാൻ പറ്റും, നിന്നെ ഇഷ്ടമാണെന്ന്. ദാനിയേലിനോടെന്ന് പറഞ്ഞ കർത്താവ് നിന്നോടും പറയും, എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ കർത്താവിന് ഇഷ്ടപ്പെട്ടവനെ ഭയപ്പെടുത്താൻ ആർക്കും പറ്റില്ല. പരീക്ഷകളോ ചോദ്യോത്തരങ്ങളോ ഇല്ലെങ്കിൽ ജീവിതം കൊണ്ട് വെക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറോ നമ്മളെ ഭയപ്പെടുത്തും. പിശാചിന്, പ്രലോഭനങ്ങൾക്ക്, ആഭിചാരങ്ങൾക്ക് എന്തിനു ഭയപ്പെടുത്താൻ പറ്റും നിങ്ങളെ? കാരണം ഈശോയെ സ്നേഹിക്കുന്ന ഒരാളാണ്, ഈശോ സ്നേഹിക്കുന്ന ഒരാളാണ്. നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കർത്താവാണ്. കർത്താവ് തൻ്റെ ദൂതന്മാരെ അയച്ച് കല്ലെ തൊടാണ്ട് നോക്കിക്കൊള്ളുന്ന വാഗ്ദാന സങ്കീർത്തനങ്ങൾ. അതുകൊണ്ട് എന്തിനാ പേടിക്കണേ? നമ്മൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ പാപത്തിലേക്കൊക്കെയാണ് പോകുന്നതെങ്കിൽ ഭയം വരും. കാരണം അത് പിശാച് അതിൻ്റെ ഒരു ഗിഫ്റ്റായിട്ട് കൂടെ തരുന്നതാണ്. പക്ഷേ ഈശോയെ വിശ്വസിക്കുന്ന, ഈശോയെ സ്നേഹിക്കുന്ന, ഈശോയുടെ സ്നേഹം കിട്ടിയ നീ എന്തിനു ഭയപ്പെടാൻ? വൈ ഷുഡ് യു ബി അഫ്രൈഡ്? അതുകൊണ്ട് കർത്താവിനെ ആശ്രയിക്കുക, ഭയപ്പെടാതിരിക്കുക. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10:11 പൗലോസ്ലീഹ പഴയ നിയമം കോട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അവനിൽ വിശ്വസിച്ച് ആരും ലജ്ജിക്കില്ല. അത് വാഗ്ദാനമാണ്. നീ വിശ്വസിച്ചിട്ടുണ്ടല്ലോ കർത്താവ് കൂടെ ഉണ്ടെന്ന്. അത് വിശ്വസിച്ചവൻ ഭാഗ്യവാനാണ്. അങ്ങനെയെങ്കിൽ നീ ഭയപ്പെടേണ്ട, നീ നാണം കെടാനും കർത്താവ് അനുവദിക്കില്ല എന്ന്. സങ്കീർത്തനം 25:20 ദാവീദ് അങ്ങനെ ചോദിക്കുന്നുണ്ട്, കർത്താവെ അങ്ങനെ ആശ്രയിച്ച് എന്നെ ലജ്ജിക്കാൻ ഇടയാക്കരുതേ എന്ന്. അതിനുള്ളൊരു ഉത്തരം കൂടിയാണിത്. ലജ്ജിക്കാൻ അനുവദിക്കില്ല കർത്താവ്, നീ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട്. പിന്നെ മറിയം കേട്ട രണ്ടാമത്തെ സുവിശേഷം അതാണ്, ദൈവത്തിന് എന്നെ ഇഷ്ടമാണ്, ആ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല. വിശ്വസിച്ചേക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ആരിലാണ് വിശ്വസിച്ചേക്കെന്ന് നമുക്കറിയാലോ. 2 തിമോത്തി 1:12 പൗലോസ് ഇങ്ങനെ പറയുന്നില്ലേ, ആരിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് എനിക്കറിയാം, അതുകൊണ്ട് ഈ സഹനത്തിൽ ഞാൻ തളരില്ല, ഞാനതിനെക്കുറിച്ച് ലജ്ജിക്കില്ല. ആരിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഐ നോ ദ വൺ ഇൻ ഹൂം ഐ ഹാവ് പുട്ട് മൈ ട്രസ്റ്റ്. എൻ്റെ ഈ പ്രത്യാശ, ഞാൻ ആരെയാണ് ഈ കൈ മുറുകെ പിടിച്ചിരിക്കുന്നത്? ദൈവത്തെയാണ്. ഞാൻ നാണം കെടാൻ അവൻ അനുവദിക്കില്ല, കാരണം അവൻ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ ഭയപ്പെട്ട് പിന്മാറാൻ അവൻ അനുവദിക്കില്ല, കാരണം അവൻ എന്നെക്കുറിച്ച് നല്ല പദ്ധതികളുണ്ട്. മറിയം കേട്ട സുവിശേഷമാണ്, അത് അവൾ വിശ്വസിച്ചു. മൂന്നാമത്തെ ഒരു കാര്യം, പിന്നീട് ഒത്തിരി കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അത്യുന്നതൻ്റെ രാജ്യത്തെക്കുറിച്ച്, അത്യുന്നതൻ്റെ ഭവനത്തെക്കുറിച്ച്, അത്യുന്നതൻ്റെ ശക്തി നിറയുന്നതിനെക്കുറിച്ചൊക്കെ മറിയത്തിന് വീണ്ടും വീണ്ടും മാലാഖ ബോധ്യങ്ങൾ കൊടുക്കും. പരിശുദ്ധാത്മാവ് നിറയുന്നതിനെക്കുറിച്ച്, പിന്നീട് എലിസബത്ത് ഗർഭിണിയാകുന്നതിനെക്കുറിച്ചും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ പറയും. മറിയം കേട്ട മറ്റൊരു സുവിശേഷം ഇതാണ്, 37-ാം വാക്യം, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല.
ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം കേട്ട മൂന്നാമത്തെ സുവിശേഷം അതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എൻ്റെ ദൈവം സർവ്വശക്തനാണ്, അവൻ അത്യുന്നതനാണ്, ആ അത്യുന്നതൻ്റെ ശക്തിയാണ് എൻ്റെ മേൽ ആവസിക്കുന്നത്. എങ്കിൽ എനിക്ക് അസാധ്യമെന്ന് തോന്നിയാലും എൻ്റെ ദൈവത്തിന് ഇത് അസാധ്യമല്ല. ക്യാൻ യു ബിലീവ് ദാറ്റ്? അതൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ? മറിയം ഇതെല്ലാം വിശ്വസിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അങ്ങനെയാണ് അവൾ ഭാഗ്യവതിയെന്ന് എലിസബത്ത് അവളെ സാക്ഷ്യപ്പെടുത്തിയത്. ഇന്ന് ലോകം സാക്ഷ്യപ്പെടുന്നു, ഇന്ന് സഭ അവളെ സാക്ഷ്യപ്പെടുന്നു. അതുകൊണ്ടാണ് അവൾ വിശ്വസിച്ചു. ചുമ്മാ കേട്ടിരിക്കില്ല, നല്ല ധ്യാനം, നല്ല ടോക്ക്, നല്ല ബൈബിള് എന്നും പറഞ്ഞിരിക്കുകയായിരുന്നില്ല. കർത്താവ് സംസാരിച്ചപ്പോൾ അവളത് വിശ്വസിച്ചു, ഏറ്റെടുത്തു. അങ്ങനെയാണ് അവളുടെ ജീവിതത്തിൽ അത്ഭുതമായിട്ട്, അടയാളമായിട്ട് നിറവേറിയത്. ഒന്നും ദൈവത്തിന് അസാധ്യമല്ലെന്ന്. ഇപ്പം നമ്മുടെ മുമ്പിൽ ചില യാഥാർത്ഥ്യങ്ങൾ വന്ന് നിൽക്കുമ്പോൾ, ഒരു പാറക്കെട്ട് പോലെ പ്രശ്നങ്ങൾ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ചോദിച്ചു വരും, ഇത് ആരെക്കൊണ്ട് മാറ്റാൻ പറ്റും? ഇതെങ്ങനെ മാറും? അത് നമ്മുടെ മുമ്പിലുള്ള ചോദ്യമായിരിക്കും. പക്ഷേ അടച്ചിട്ട കല്ലറയിൽ നിന്ന് പുറത്തു വന്ന കർത്താവാണ്. അടച്ചിട്ട കല്ലറയിൽ നിന്ന് അവനെ പുറത്തോട്ട് കൊണ്ടുവന്ന് ലാസറെ പുറത്തോട്ട് വാ എന്നും പറയാൻ കമാൻഡിങ് പവറുള്ള ദൈവത്തെയാണ് നീ വിശ്വസിക്കുന്നത്. ആ ദൈവത്തിന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒറ്റ വാക്കുകൊണ്ട് ഈ ഭൂമിയെ മുഴുവൻ സൃഷ്ടിച്ച, സർവ്വചരാചരങ്ങളെ നിയന്ത്രിക്കുന്ന ദൈവത്തിന് അതേ വാക്ക് നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എത്ര വലിയ ശക്തിയാണ്! അത്യുന്നതൻ്റെ ശക്തി തന്നെയല്ലേ നിന്നിലേക്ക് നിറയണത്, ആവസിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ മുറുകെ പിടിച്ച്, പിതാവിനെ ആശ്രയിച്ച്, ഈശോയെ സ്നേഹിച്ച് ഈ അത്യുന്നത ദൈവത്തെ മുറുകെ പിടിച്ച് മുമ്പോട്ട് പോകും. നീ ആരെ ഭയപ്പെടാനാണ്? ഈ ചോദ്യങ്ങളെയോ, ഈ സങ്കടങ്ങളെയോ, മുമ്പിലുള്ള ചോദ്യങ്ങളെയൊക്കെയോ, പഴയ കാലത്തുണ്ടായ സങ്കടങ്ങൾ, കളിയാക്കലുകളോ, ഒറ്റപ്പെടുത്തലുകളെയോ ഭയപ്പെട്ടിട്ടുണ്ടാകും. തീർച്ചയായിട്ടും അസ്വസ്ഥപ്പെട്ടുണ്ടാകും. നമ്മൾ സാധാ മനുഷ്യരല്ലേ, കുഞ്ഞുങ്ങളല്ലേ, പേടിച്ചു പോയിട്ടുണ്ടാകും. പക്ഷേ ഇപ്പോൾ വിശ്വസിക്കാമോ? ദൈവം കൂടെ ഉണ്ടെന്നും അവന് നിന്നെ ഇഷ്ടമാണെന്നും ആ ദൈവത്തിന് ഒന്നും അസാധ്യമല്ലെന്നും. ക്യാൻ യു ബിലീവ് ദാറ്റ്? ഇപ്പം ഈ വചനം കേൾക്കുന്ന സമയത്ത് നമ്മളൊരു തീരുമാനം എടുക്കണം. ഇല്ലെങ്കിൽ ഏതൊരു വചന ശുശ്രൂഷ പോലെ ഈ ശുശ്രൂഷ അവസാനിക്കും. ഇതെത്ര കേട്ടിരിക്കുന്നു, ഇതെത്ര നമ്മൾ ചിന്തിച്ചിരിക്കുന്നു, ഈ വചനം തന്നെ ഞാൻ എത്രയോ ക്രിസ്മസിന് വായിച്ചിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കും. ബട്ട് വിശ്വസിക്കാമോ? അതാണ് നമ്മുടെ മുമ്പിൽ കർത്താവ് ഒരുക്കുന്ന ചോദ്യം. ഈ ഒരു വചനഭാഗം മാത്രമല്ല, നമ്മൾ ഈ കേൾക്കുന്ന ഈ ദിവസം തന്നെ നമ്മൾ പല ശുശ്രൂഷകൾ കേൾക്കും, പല വചനങ്ങൾ കേൾക്കും, വായിക്കും. നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ നമ്മൾ വചനം എടുത്ത് വായിക്കും, പേഴ്സണൽ റീഡിങ്ങിൽ വായിക്കും. ക്യാൻ യു ബിലീവ്? ഡു യു ബിലീവ്? അതാണ് കർത്താവിൻ്റെ ചോദ്യം. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? മറിയം അങ്ങനെ ആ 3 സുവിശേഷം കേട്ടു. ദൈവം കൂടെയുണ്ടെന്നും ഭയപ്പെടേണ്ട, അവന് നിന്നെ സ്നേഹമാണെന്നും ആ ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്നുമുള്ള വലിയ 3 സന്തോഷത്തിൻ്റെ സദ്വാർത്ത, മംഗളവാർത്ത മറിയം കേട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റെസ്പോൺസായിട്ട് ഇത്രയും സംസാരിച്ച ദൈവത്തോട് എങ്ങനെയാണ് മറിയം റെസ്പോണ്ട് ചെയ്തത്? ഞാനിത് വിശ്വസിക്കുന്നു എന്ന് മറിയം എങ്ങനെ പറഞ്ഞെന്നറിയോ? 38 വാക്യം ഇങ്ങനെയാണ്, 1:38. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അതാണ് മറിയത്തിൻ്റെ റെസ്പോൺസ്. ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, കാരണം ഞാൻ നിൻ്റെ ദാസിയാണ്, ഞാൻ നിൻ്റെ ദാസനാണ്, നിൻ്റെ ഇഷ്ടം നടക്കട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ വിശ്വാസം ഐ ബിലീവ് എന്ന് എങ്ങനെ പ്രഖ്യാപിക്കും? നമ്മൾ കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ കാണുന്നുണ്ട്. 105-ാമത്തെ ഖണ്ഡികയിലാണ്, അല്ലെങ്കിൽ 185 ഒരു ചെറിയ കൺഫ്യൂഷൻ, 105 185 ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ മുറുകെ പിടിക്കുന്നു എന്നാണ് അർത്ഥം. ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാനതിനെ മുറുകെ പിടിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ ഈ കത്തോലിക്ക സഭയുടെ മതബോധനം എന്നുണ്ടെങ്കിൽ 105 ഇല്ലെങ്കിൽ 185 ഇതിലേതോ ഒന്നാണ്. അപ്പം ഒന്ന് എടുത്ത് നോക്കിയാൽ അതിനകത്ത് ആദ്യത്തെ ഫ്രേസ് ഇങ്ങനെയാണ് വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത്. ഞാൻ വിശ്വസിക്കുന്നു എന്ന് വെച്ചാൽ ഞാൻ വിശ്വസിക്കുന്നതിനെ മുറുകെ പിടിക്കുന്നു. ഐ ബിലീവ് വുഡ് മീൻ ഐ ട്രസ്റ്റ്, ഐ ഹോൾഡ് ഓൺ ടു വാട്ട് ഐ ബിലീവ്. ഞാനതിനെ മുറുകെ പിടിക്കുകയാണ്. അപ്പം മറിയം പറയാണ്, കർത്താവ് ഇനി ഞാനില്ല, ഞാൻ ദാസി, ഞാനില്ല, നീ എവിടെ ഉണ്ട്, ഞാൻ നിന്നെ മുറുകെ പിടിക്കുന്നു, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, നിൻ്റെ ഇഷ്ടം നടക്കട്ടെ, കാരണം നിൻ്റെ ഇഷ്ടം എപ്പോഴും നല്ലതായിരിക്കും. അതാണൊരു കംപ്ലീറ്റ് ട്രസ്റ്റ്, അതാണൊരു വിശ്വാസം. ഇത് നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റും. ഞാൻ അങ്ങയുടെ ദാസനാണ്, ഞാൻ അങ്ങയുടെ ദാസിയാണ്, നിൻ്റെ ഇഷ്ടം മാത്രം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് കണ്ണും പൂട്ടി കർത്താവിനെ വിശ്വസിച്ചെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ ഭാഗ്യവാനാണ്, ഭാഗ്യവതിയാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മറിയം ഇത് വിശ്വസിച്ചു, ഏറ്റുപറഞ്ഞു, നിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഈ മംഗളവാർത്ത എപ്പിസോഡോടുകൂടി മംഗളവാർത്ത തീരുകയാണ്. പിന്നീട് മറിയത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഒന്നും മംഗളമായിട്ടല്ല നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നത്. മകൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, മകനെ ആളുകൾ മാനസിക പ്രശ്നമുള്ള ആളായിട്ട് മുദ്ര കുത്തുന്നു, ചീത്തയായിട്ട് നടക്കുന്നവരുടെ കൂട്ടുകാരനാണെന്നൊക്കെ പറയുന്നു. എല്ലാം ഒരു അമ്മയ്ക്ക് കേൾക്കുമ്പോൾ ചങ്ക് തകരുന്ന കാര്യങ്ങളൊക്കെയാണ് മറിയം കേൾക്കുന്നത്. പിന്നീട് ഏറ്റവും അവസാനം തീച്ചൂള പോലെ സങ്കടം പെയ്തൊഴുകുന്ന ചില മണിക്കൂറുകളിൽ പണ്ട് ശിമിയോൻ പ്രവചിച്ച പോലെ നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാള് കടക്കും അന്ന് പറഞ്ഞ വാക്ക്, അതുമൊക്കെ ശരിക്കും വാളേക്കാൾ കുന്തത്തേക്കാൾ മൂർച്ചയേറിയ സംഭവങ്ങൾ കൺമുമ്പിൽ കാണുകയാണ് മറിയം. കുരിശിൻ്റെ വഴിയിലേക്കുള്ള യാത്ര.
നേരിട്ട് കണ്ടുമുട്ടും. കുരിശിൻ്റെ വഴിയിൽ 4-ാം സ്ഥലത്തെ ആ ഒരു എപ്പിസോഡൊക്കെ നമുക്കൊന്ന് ചിന്തിച്ചാൽ തന്നെ നമ്മുടെ ചങ്ക് പൊട്ടിപ്പോവും. മംഗളമായതൊന്നും ഇവൾക്കിനി സംഭവിക്കുന്നില്ലല്ലോ എന്ന്. പക്ഷെ അവൾ അന്ന് വിശ്വസിച്ചാണ്. ആ വിശ്വാസം അവൾ പ്രഖ്യാപിച്ചാണ്. നിൻ്റെ ഇഷ്ടം നടക്കട്ടെ, കാരണം നിൻ്റെ ഇഷ്ടം എപ്പോഴും രക്ഷയിലേക്ക് നയിക്കുന്നതാണ്, നന്മയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറിയമ്മ കുരിശിൻ്റെ ചോട്ടിൽ നിന്നുകൊണ്ടാണ് ഈ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ അവസാനത്തെ ഒരു സ്റ്റോപ്പ് ഇടുന്നത്. അതൊന്ന് ശരിവെക്കുന്നത് അവിടെയാണ്. നമുക്കും പറയാൻ പറ്റും അല്ലേ, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയുടെ ദാസനാണ്, ദാസിയാണ്. പക്ഷേ ചോദ്യം ഇതാണ്, എല്ലാം മംഗളമായിട്ട് നടക്കുമ്പോൾ സമയത്ത് നമുക്കങ്ങനെ പറയാം ഞാൻ വിശ്വസിക്കുന്നു എന്ന്. പക്ഷേ മറിയത്തിൻ്റെ ജീവിതത്തിൽ പിന്നീട് ഈശോയെക്കുറിച്ച് കേൾക്കുന്നതൊന്നും മംഗളമല്ല, കാണുന്നതൊന്നും മംഗളമല്ല. സങ്കടം പെയ്തൊഴുകുന്ന ദിവസങ്ങളാണ്, മണിക്കൂറുകളാണ്, സാഹചര്യങ്ങളാണ്. കുരിശക്കേറാണ്. സ്വന്തം മകൻ ഒടുക്കം ആ ഹൃദയം കുത്തി മുറിവേൽക്കുന്നു, നോക്കി നിൽക്കുന്നു. താഴെ അമ്മ നിൽക്കുമ്പോൾ മകൻ മോളിൽ നിന്ന് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്നു. അമ്മയുടെ സങ്കടമൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. അവസാനം ജീവച്ഛവമായ മരണം മാടി വിളിച്ചുകൊണ്ട് പോയ ആ ഒരു ശരീരം മടിയിൽ കിടത്തുന്ന ഒരമ്മ, കുഞ്ഞു വാവയായിട്ട് ഈശോയെ മടി കിടത്തിയ അമ്മ, പിന്നീട് ഈ വലുതായ 33-കാരൻ ചെറുപ്പക്കാരൻ്റെ ശവശരീരം മടി കിടത്തുമ്പോൾ ആ അമ്മയുടെ നെഞ്ചിലോ ജീവിതം മുഴുവനും വാള് കുത്തി കയറുകയല്ലായിരുന്നു. പക്ഷേ അവൾ തളർന്നില്ല. നിശബ്ദമായിട്ടെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് അവൾ വിശ്വസിച്ചു. എൻ്റെ വിശ്വാസം അന്ന് ഞാൻ ദൂതനോട് പറഞ്ഞത്, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ദാസിയാണ്, അവിടുത്തെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് പറഞ്ഞത് വെറും ഒരു വാക്കായിരുന്നില്ല. അവളുടെ ജീവിതം കൊണ്ട് അത് പ്രൂവ് ചെയ്ത് കൊടുത്തു. അവസാന നിമിഷം വരെ കർത്താവ് അവളെ അനുഗ്രഹിച്ചു, ലോകത്തിന് മുഴുവൻ അമ്മയായിട്ട് നൽകി. ഇന്ന് സഹനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് മാതൃകയായിട്ട് വിശ്വാസത്തിലൊരു ചഞ്ചലിപ്പൊക്കെ വരുമ്പോൾ, എത്രയോ വചനം കേട്ടിട്ട് ഒരു മാറ്റവും വരുന്നില്ല, നമ്മളിങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു എന്നൊക്കെ നിൽക്കുന്ന, ആത്മീയതയിൽ ഉണർവില്ലാതെ ഉറങ്ങിപ്പോകുന്ന ചില അവസ്ഥകളിലൊക്കെ മാതൃകയായിട്ട് മറിയത്തെ ഈശോ നമുക്ക് തന്നു, സ്വർഗം നമുക്ക് തന്നു. സഹനത്തിലും കുരിശിൻ്റെ ചുവട്ടിലും കുരിശിൻ്റെ വഴികളിലും ജീവിതം എന്ത് തിക്താനുഭവങ്ങൾ തന്നാലും ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നടക്കുമെന്ന് വിശ്വസിച്ച ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും ഒക്കെ ആയിട്ട് ജീവിക്കാനാണ് മറിയത്തെ ഈശോ നമുക്ക് തന്നത്. ആ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്തിലേക്ക് ഇന്ന് ഈ ശുശ്രൂഷ കൂടിയ സംബന്ധിച്ച് ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. അമ്മ നമ്മൾ ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മളെ ഓരോരുത്തരെയും സമർപ്പിച്ച് കർത്താവിൻ്റെ വലിയ കൃപയിൽ നിറഞ്ഞ് ജീവിക്കാൻ ആഗ്രഹിച്ച്, ആ വിശ്വാസത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.